എൻ്റെ ആ ഒരു പ്രൊഫഷൻ പൂർണ്ണമായിട്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് ഫുൾ ടൈം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബയോട്ടോറിയം നെഞ്ചിലേറ്റ് വാങ്ങിക്കൊണ്ട് ബയോടൂറിസത്തിന്റെ പ്രചാരകനായി പ്രവർത്തിക്കുന്നു. ഈ ഒരു പ്രൊജക്ട് കയ്യിൽ കിട്ടിയത് നമ്മളെല്ലാം പറയുന്നത് ദൈവത്തിന്റെ ഒരു വരദാനമായ ഒരു പ്രൊജക്ട്. അത് കൈയിട്ട് കിട്ടേണ്ട സന്തോഷം ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് എത്രമാത്രം ജനങ്ങളുടെ ആരോഗ്യവും അപ്പൊ നമുക്കും നമ്മൾ കൊടുക്കുന്ന ആളുകൾക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള നിലയിലുള്ള കാര്യമില്ല. നല്ല നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ഈശ്വര ദിനം നല്ല നിലയിലുണ്ട്. നമ്മുടെ സൂമിൽ രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന ഈ സൂമിൽ ഓരോ ദിവസവും ഓരോ ലീഡേഴ്സ് ഓരോ വിഷയങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇന്ന് നമ്മുടെ സൂമിൽ ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനോഭാവം എന്നാണ് ഇതിന്റെ മലയാളം അർത്ഥം. മനോഭാവം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനസ്സിന്റെ ഭാവം അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് എന്നുള്ള കാര്യങ്ങളാണ് അതിനർത്ഥമാക്കുന്നത്. ഭൂമിയിൽ ഈ മൈൻഡ് സെറ്റ് ഉള്ള അല്ലെങ്കിൽ മനോഭാവമുള്ള ഏക ജീവി എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമാണ്. കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടെങ്കിലും മനോഭാവമുള്ള ഏക ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ഈ മനോഭാവം എന്ന് പറയുന്ന കാര്യം ശരിയല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് യാതൊരു അർത്ഥവുമില്ല. കാരണം ആദ്യം വേണ്ട മനോഭാവം എന്ന് പറയുന്നത് സഹകരണ മനോഭാവമാണ്. ഏത് കാര്യവും കേൾക്കാനും അറിയാനും അത് കൂടുതൽ മറ്റുള്ളവരിലേക്ക് സഹായിക്കാനും ഉള്ള അല്ലെ സഹകരിക്കാനും ഒക്കെ ഉള്ള നമ്മുടെ സഹകരണ മനോഭാവം. ഈ ഒരു സഹകരണ മനോഭാവം മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് ഇല്ലെങ്കിൽ അവൻ ഭൂമിയിൽ ജീവിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ തന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാക്കാൻ, ജീവിതത്തിൽ വിജയിക്കാൻ, ജീവിതം ആസ്വദിക്കാൻ, അല്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനങ്ങൾ പകർന്നു കൊടുക്കാൻ മനുഷ്യന് സാധിക്കണം എന്നുണ്ടെങ്കിൽ അവന് സഹകരണ മനോഭാവം കൂടിയേ തീരുകയുള്ളൂ. അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മനുഷ്യനിൽ ഇല്ലെങ്കിൽ അവൻ മൃഗതുല്യനായിരിക്കും. കാരണം നല്ല നിലയിൽ ചിന്തിക്കാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് നല്ല നിലയിൽ ആശയവിനിമയം പകർന്നു കൊടുക്കുവാനുമുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ആ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി മനുഷ്യനിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യനും മൃഗവും തുല്യരായിരിക്കും. ഞാനത് പറയുമ്പോൾ മനോഭാവം എന്നാൽ ഒരു പ്രത്യേക വസ്തു, വ്യക്തി അല്ലെങ്കിൽ സാഹചര്യം അല്ലെങ്കിൽ ആശയം എന്നിവയോട് ഒരു വ്യക്തിക്ക് സ്ഥിരമായി ഉണ്ടാകാവുന്ന അനുകൂലമോ പ്രതികൂലമോ ആയ ചിന്താരീതി, വികാരങ്ങൾ, പെരുമാറ്റ രീതികൾ എന്നിവയാണിത്. ഇത് ഒരു വ്യക്തിയുടെ ചിന്തകളെ അല്ലെങ്കിൽ അവന്റെ വികാരങ്ങളെ, അവന്റെ പ്രവർത്തനങ്ങളെ നിർവചിക്കുകയും അവരുടെ പെരുമാറ്റത്തിൽ പ്രകടമാക്കുകയും ചെയ്യുന്നു. കൂടാതെ മാറ്റാൻ പ്രയാസമുള്ളതും വ്യക്തിഗത സ്വഭാവത്തിന്റെ ഭാഗമാണ്. പലർക്കും പല സ്വഭാവം പെട്ടെന്ന് മാറ്റാൻ പാടാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും എന്നിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരോട് സഹകരിക്കാനോ അല്ലെങ്കിൽ അവന്റെ വിഷയങ്ങൾ ഇടപെടാനോ അവനെ സഹായിക്കാനോ സാധിക്കത്തില്ല. കാരണം മനോഭാവത്തിന് പല ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ എന്ന് പറയുന്നത് ചിന്താപരമായ ഘടകങ്ങൾ. കാരണം അവനിൽ ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അവന്റെ ചിന്ത അവനിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു ചിന്താപരമായ ഘടകം ഉണ്ടായെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു വസ്തുതയെക്കുറിച്ചോ ഒരു കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവന്റെ വിശ്വാസങ്ങളെ കുറിച്ചോ ഉള്ള ചിന്തകളിൽ മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവൻ ഒരു ചിന്താഘടകം ഉണ്ടാകണം. പിന്നെ മനോഭാവത്തിന്റെ അടുത്ത ഘട്ടമാണ് വികാരപരമായ ഘടകം. ഒരു വികാരം മനുഷ്യനുണ്ടാവണം. ആ വികാരത്തിന് പല അർത്ഥതലങ്ങളുണ്ട്. അതായത് നമ്മളെ ഇപ്പോ കുത്തിക്കൊല്ലാൻ നിൽക്കുന്ന ഒരാളെ അവരുടെ മുന്നിലേക്ക് നമ്മളും കത്തിയെടുത്ത് കുത്താൻ അവരെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല. നേരെ മറിച്ച് അവരോട് വികാരപരമായ രീതിയിൽ ഇടപെട്ടാൽ അവരുടെ കയ്യിലിരിക്കുന്ന ആ കത്തി നമുക്ക് താഴെയിടാൻ സാധിക്കും. അത് മാത്രമേ നമ്മുടെ മുന്നിൽ ആയുധമായിട്ടുള്ളൂ. കത്തിയെടുക്കുന്നവനെ നമ്മളും കത്തിയെടുത്ത് കുത്താൻ ശ്രമിച്ചാൽ പരസ്പരം കുത്തിച്ചാകുക എന്നല്ലാതെ അതിന് പരിഹാരം ഉണ്ടാവില്ല. അതിന് ഏറ്റവും വലിയൊരു ഒരു ഉദാഹരണം ഞാൻ പറയാം. മലയാള സിനിമയിൽ നമ്മളൊക്കെ കണ്ടാണ് സി ബി മലയിൽ സാർ ഡയറക്ട് ചെയ്ത കിരീടം എന്ന് പറയുന്ന സിനിമ. കിരീടം എന്ന് പറയുന്ന ആ സിനിമയിൽ തിലകനും മോഹൻലാലും അവതരിപ്പിക്കുന്ന അച്ഛനും മകനും കഥാപാത്രം. മോഹൻലാൽ നമുക്കറിയാം ആ ഒരു സിനിമയില് പഠിച്ച് എസ്ഐ ആകാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കഥാപാത്രമാണ്. എന്നാൽ തന്റെ മകൻ ഒരു എസ്ഐ ആയി കാണണം, ആ എസ്ഐക്ക്
ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്റെ സർവീസ് അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനും മകനും. എന്നാൽ ഈ കഥയുടെ ഒരു മധ്യഭാഗത്ത് ഈ മകൻ ഒരാളെ കൊലപ്പെടുത്തുന്ന ഘട്ടത്തില് അച്ഛൻ മകനോട് പറയുന്നുണ്ട്. കാരണം മകൻ കത്തിയും പിടിച്ചുകൊണ്ട്, മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം കത്തിയും പിടിച്ചുകൊണ്ട് വളരെ വികാരാധീനനായി എല്ലാത്തിനെയും നശിപ്പിക്കും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നിൽക്കുമ്പോൾ അച്ഛനായ തിലകൻ ചെന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് ഈ ഒരു കഥയെക്കുറിച്ച് ഞാൻ പണ്ട് കാലത്ത് വായിക്കുമ്പോൾ സിബി മലൻ എന്ന് പറഞ്ഞ ഡയറക്ടർ തിലകനോട് പറഞ്ഞു, സാർ ഇതൊരു ഒരേ ഡയലോഗ് തന്നെ 4 രീതിയിൽ പ്രസന്റ് ചെയ്യണം. അതായത് കത്തി താഴെ ഇടണം, അത്രേ ഉള്ളൂ. ആ കത്തി താഴെ ഇട എന്നുള്ള ആ ഒരു ഒറ്റ ഡയലോഗ് 4 രീതിയിൽ പറയണം. അതിന്റെ പ്രൊണൗൺസിയേഷൻ 4 രീതിയിൽ വന്നെങ്കിൽ 4ാമത്തെ കൊണ്ട് തന്നെ അതിൽ ആ ഒരു കത്തി ആ കഥാപാത്രം താഴെ ഇടണം. ആ നിലയിലേക്ക് ആ ഡയലോഗ് അവതരിപ്പിക്കണം. ഒരേ ഡയലോഗാണ്. അപ്പൊ അതിന്റെ മോഡുലേഷൻ വ്യത്യാസം വരുത്തി അവതരിപ്പിക്കണം. ഇനി നമ്മൾ ആ സിനിമ വീണ്ടും കാണുകയാണെന്നുണ്ടെങ്കിൽ തിലകനും മോഹൻലാലും അവതരിപ്പിക്കുന്ന ആ ഒരു രംഗം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ തിലകൻ മോഹൻലാൽ ആവശ്യപ്പെടുന്നു, കത്തി താഴെ ഇട, അദ്ദേഹം കേൾക്കുന്നില്ല. കത്തി താഴെ ഇട, പിന്നെയും കേൾക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹം ഒരു പോലീസുകാരൻ കൂടിയാണ്. ആ പോലീസുകാരന്റെ അധികാരം വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, കത്തി താഴെ ഇട എന്ന് പറയുന്നു. പക്ഷെ എന്നാലും ആ കഥാപാത്രം കത്തി താഴെടുന്നില്ല. അവസാനം ഒറ്റ ഡയലോഗ്, നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെ ഇട. അവസാനം ആ ഒരു ഡയലോഗ് അത്രയും വികാരപരമായ രീതിയിൽ അതാണ് മനോഭാവത്തിൽ, ആറ്റിറ്റ്യൂഡിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. കാരണം ഈ കത്തി താഴെ ഇട എന്നുള്ള കാര്യം 4ാമത് ഒരു വികാരപരമായ രീതിയിൽ തന്റെ മകന്റെ അടുത്ത് അവതരിപ്പിക്കണമെങ്കിൽ ആ കഥാപാത്രത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോഴാണ് ആ ഒരു കഥാപാത്രം അത് അംഗീകരിക്കുന്നത്. അതായത് നമ്മുടെ ഈ പറഞ്ഞ മനോഭാവത്തിന്റെ ഏറ്റവും മൂർത്തമായ ഒരു ഭാവമാണ് വികാരമായ പ്രകടനം. കാരണം നമ്മൾ നമ്മുടെ ബിസിനസ്സിലാണെങ്കിൽ പോലും നമ്മൾ ആളുകളോട് പറയുമ്പോൾ അവരുമായിട്ട് ഒരു വികാരപരമായ രീതിയിൽ, കാരണം ഇത് ഇത്രമാത്രം എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രയോജനമുണ്ടായ ഒരു കാര്യമാണ്, ഉൽപ്പന്നമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ഒരു വികാരം നമ്മുടെ പ്രസന്റേഷനിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ ഉറപ്പായിട്ടും അവർ നമ്മൾ സ്വീകരിക്കും. കാരണം നമ്മുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയാൽ മതി, എനിക്ക് വേണ്ടി നിങ്ങൾ വാങ്ങണ്ട എന്നുള്ള ഒരു മനോഭാവത്തിലാണ് നമ്മൾ ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരാൾ പോലും അതിനെ സ്വീകരിക്കില്ല. കാരണം നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. മൈൻഡ് സെറ്റിൽ മാറ്റം ഉണ്ടാകാതെ ഒരാൾക്കും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കത്തില്ല. മൈൻഡ് സെറ്റിൽ ആർക്കെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നോ അവർക്ക് മാത്രമേ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം പല അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ, കഥകൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതായത് ഞാനൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം. കാരണം നമ്മൾ എന്ത് കാര്യങ്ങൾ കാണിക്കുന്നുവോ അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മുടെ ഒപ്പം വരുന്നത്. നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് കണ്ടുകൊണ്ടാണ് കൂടെ വരുന്നവർ നമുക്ക് നിൽക്കുന്നത്. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ ലീഡറായിട്ടുള്ള മനോജ് സാർ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറയാൻ നമ്മുടെ കൈവരും. അതായത് ഒരു ക്ഷേത്രത്തില് ഒരു പൂജ ചടങ്ങ് നടക്കുകയാണ്. ഒരുപക്ഷെ പലരും ഈ കഥകൾ കേട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കാം. പൂജാ ചടങ്ങ് നടക്കുന്ന അവസരത്തിൽ നിരവധി ആളുകൾ ആ പൂജയിൽ പങ്കുകൊള്ളാനുണ്ട്. ആ പൂജയിൽ പങ്കുകൊള്ളാനുള്ള ഒരു അമ്മ തന്റെ കുഞ്ഞുമായി ആ പൂജാ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പൂജാ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി അമ്മയോട് ആവശ്യപ്പെടുന്നു, അമ്മ എനിക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊന്ന് അർപ്പിടണം. അപ്പോ അവിടുന്ന് എണീറ്റ് പോയി അത് കാര്യം സാധിക്കാൻ സാധിക്കലാണ്. അമ്മ അവിടെ ഇരുന്നേ പറ്റുള്ളൂ. അമ്മ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടി അവിടെ അപ്പിയിടും. എന്ത് ചെയ്യും? കാരണം ക്ഷേത്രത്തിന്റെ ഉത്ഭാവമാണ്. മറ്റോട്ട് കണ്ടു കഴിഞ്ഞാൽ അശുദ്ധമാക്കും, ശുദ്ധികലശം നടത്തും, ആ പൂജാവിധികളാകും മുടങ്ങും. അപ്പൊ അമ്മയോർമ്മ ചെയ്തത് എന്താ വെച്ചാൽ തന്റെ കയ്യിലുണ്ടായിരുന്ന കുറെ പൂക്കൾ, കാരണം പൂജയ്ക്ക് വേണ്ടി വെച്ചിരുന്ന കുറെ പൂക്കൾ ആ കുട്ടിയുടെ വിസർജിച്ചതിന്റെ പുറത്തേക്ക് ഇട്ടങ്ങ് മൂടി. ഇത് കണ്ടു നിന്ന ആളുകൾ കുട്ടി അപ്പിയിടുന്ന കണ്ടില്ല, അമ്മ ഈ പൂക്കൾ അതിന്റെ പുറത്തേക്ക് ഇടുന്നതാണ് കണ്ടത്. കണ്ടു നിന്ന ആളുകളുടെ മനോഭാവത്തിൽ ഇതെന്തോ ഒരു പൂജ തന്നെ ആയിരിക്കും എന്ന് കരുതി വന്ന ആളുകളെല്ലാം അവിടേക്ക് പൂക്കളിട്ട് ഈ പറയുന്ന പോലെ ആ ഒരു മല പോലെ ആ പൂക്കൾ ഇട്ട് അതിനങ്ങ് മൂടി. അതിന്റെ ഉൾവശത്ത് എന്താണ് എന്ന് ഒരുപക്ഷെ ആർക്കും അറിയില്ല, ആരും ചിന്തിച്ചില്ല. അതായത് ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും മനോഭാവം. നമ്മുടെ കൂടെ വരുന്ന ആളുകൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതോ അതിനെ അതേപടി സ്വീകരിക്കാതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ പല കാര്യങ്ങളും ചിന്തിക്കണം. കാരണം മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ, മനോഭാവം ഉള്ളവനാണ് മനുഷ്യൻ. ഈ മനോഭാവം അതൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിന്റെ കാതലായ ഭാഗം എന്താണ് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ എന്നാണ്
ഞാൻ ഈ പറഞ്ഞ ഈ ചെറിയ കഥയുടെ സാരാംശം. അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന കാര്യം എന്തായാലും നമ്മൾ ആളുകളിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്തായാലും അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമ്മൾ ആളിലേക്ക് കൊടുക്കുക. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ കേട്ടിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏത് കാര്യത്തെയും ഒരു പോസിറ്റീവായ മൈൻഡ് സെറ്റിൽ നമ്മൾ അതിനെ സ്വീകരിക്കുക. പോസിറ്റീവായ മൈൻഡ് സെറ്റ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് അത് എത്തിക്കുക. ജനങ്ങൾ അതിനെ സ്വീകരിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ലക്ഷ്യം വെക്കുന്നോ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഏത് കാര്യത്തിന്റെയും തുടക്കവും ഒടുക്കവും എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകേണ്ട മനോഭാവമാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഈ മനോഭാവം എന്ന് പറയുന്ന ആ ഒരു കാര്യമുള്ളത് മനുഷ്യനിൽ മാത്രമാണ്. വേറെ ഒരു ജീവജാലങ്ങളിലും മനോഭാവമില്ല. അഹങ്കരിക്കുക എന്ന് പറയുന്നത് മനോഭാവത്തിന്റെ ഒരു ഇതിൽപ്പെടുത്താൻ പറ്റില്ല. കാരണം ആര് എന്ത് പറഞ്ഞാലും നമുക്കറിയാം, ചില ആളുകൾ നമ്മൾ സമീപിക്കുമ്പോൾ ചില ആളുകൾ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ സ്വീകരിക്കില്ല. അത് എന്ന് പറഞ്ഞാൽ അവരുടെ ആ മനോഭാവമല്ല, അത് ഒരു അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മനോഭാവത്തിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. കാരണം ആ മനോഭാവം ഈ അഹങ്കാരം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, അവന്റെ മനോരോഗത്തിന്റെ ഭാഗമാണ്. കാരണം മനോരോഗവും ഈ മനോഭാവവും രണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ മനോരോഗം കടന്നു വന്നു കഴിഞ്ഞാൽ ആ മനോരോഗത്തിന് ഈ മനോഭാവത്തിലേക്ക് നമ്മൾ എത്തുക, മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തുക. കാരണം മൈൻഡ് സെറ്റ് നല്ല നിലയിൽ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ. ആ ജീവിത വിജയം നേടിയെടുക്കുവാൻ വേണ്ടി എല്ലാവർക്കും നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു സുദിനത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് ഇന്ന് ഈ സോമിൽ സംസാരിക്കാൻ അവസരം തന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള പ്രിയപ്പെട്ട മനോജ് സാറിനോടുള്ള നന്ദി സ്നേഹം കടപ്പാടും അറിയിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരിലും നല്ല ശുഭചിന്ത ഉണ്ടാവട്ടെ, നല്ലൊരു മനോഭാവം ഉണ്ടാവട്ടെ. കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു പ്രൊജക്ട് നല്ലൊരു മനോഭാവത്തോടുകൂടി ജനങ്ങൾക്ക് എത്തിക്കാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ ഇന്ന് ചെറിയ വാക്കുകൾ സംസാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നന്മയുള്ള നമസ്കാരം. ജയ് ഇ ബൈട്ടോറി. വളരെ സന്തോഷം, വളരെ നന്ദി ജയമോഹൻ സാർ. നമുക്ക് ഇപ്പോഴുള്ള ജീവിതത്തില് നമുക്ക് വേണ്ടി വരുന്ന ഒരു നിലവിലുള്ള മനോഭാവം മാറ്റി എങ്ങനെ എപ്രകാരം മുമ്പോട്ട് പോകണം എന്നുള്ളൊരു നല്ല വാക്കുകൾ ജയമോഹൻ സാറിന്റെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. നമ്മൾക്ക് ബൈബിളില് ഓൾഡ് ടെസ്റ്റ്മെന്റ്സില്, അതായത് പഴയ നിയമത്തില് സാംസ് ചാപ്റ്റർ 41 സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. അതിലെ 3-ാമത്തെ വാക്യം, 41-ാം അധ്യായം 3-ാം വാക്യത്തില് യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങി, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു എന്ന ഒരു വാചകമുണ്ട്, ഒരു വാക്യമുണ്ട്. അത് ശരിക്കും നമ്മൾക്ക് ദൈവം തമ്പുരാൻ അതിനൊരു അവസരമായിട്ട് നമ്മളിലൂടെ ഈ ബയോട്ടോറിയം എന്ന പ്രൊഡക്റ്റിലൂടെ ആ അനേക വ്യക്തികൾക്ക് ഒരു സൗഖ്യം കൊടുക്കുവാനായിട്ടും നല്ല രീതിയിൽ മുമ്പോട്ട് ജീവിതത്തിനെ മാറ്റി എടുക്കുവാനായിട്ടും നമ്മളിലൂടെ സാധിക്കുന്നു. അപ്രതീക്ഷിത അനുഭവങ്ങൾ ജീവിതം എത്രമാത്രം മനോഹരവും അർത്ഥപൂർണവുമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുന്നു. തെളിഞ്ഞ മനസ്സും തുറന്ന സമീപനവും വക്രതയില്ലാത്ത നിലപാടുകളും നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം. ക്ഷമയെ ദൈനംദിന ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമായി കണ്ട് ജീവിതത്തിൽ ഓരോ നിമിഷവും വിലമതിക്കും. തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യാനും സാധിക്കും. നിത്യേന പരമാവധി കസ്റ്റമേഴ്സിനെ നേരിൽ കണ്ട് പ്ലാൻ പ്രസന്റ് ചെയ്യാനും, പ്ലാൻ പ്രസന്റേഷൻ ചെയ്തവരെയും പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയവരെയും ഫോളോ അപ്പ് ചെയ്യാനും ഉള്ള ദൃഢമായ മനസ്സ് നമുക്കുണ്ടാകട്ടെ. മോട്ടിവേഷൻ ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് കോട്ടയത്ത് ഉള്ള ഞങ്ങളുടെ ഒരു ഗ്രേറ്റ് ലീഡർ രമണി മാഡത്തിനെ നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ട്. രമണി മാഡത്തിന്റെ ശാരീരിക സ്ഥിതി പലർക്കും നേരിട്ട് അറിയാവുന്നതാണ്. ആ മാഡത്തിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ ഈ അടുത്ത നാളിലാണ് മാഡവുമായിട്ട് കൂടുതൽ കാണാനും പ്രവർത്തനങ്ങൾ അറിയുവാനും ഒക്കെ ഇടയായത്. ഒറ്റയ്ക്ക് ബസ്സിൽ കയറി പാലക്കാട് കൂടെ ജോലി ചെയ്തിരുന്ന ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത മാഡത്തിന് ഈ കഴിഞ്ഞ ദിവസത്തെ കണ്ണൂർ BOP-യിലും മാഡം അവിടെ സംസാരിച്ചു എന്നറിയുന്നു. അപ്പൊ അതുപോലെ പല ആൾക്കാർക്കും നമ്മുടെ ഈ ടീമിൽ ഇപ്പം സൂമിൽ ഇരിക്കുന്ന പലർക്കും അവര് മാഡത്തിനെ അറിയാൻ സാധിക്കുന്നുണ്ട്. അത്രയും ഊർജ്ജസ്വലമായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട്, മക്കള് ഡോക്ടേഴ്സ് ഒക്കെയാണ്, പക്ഷെ എന്നിരുന്നാലും അതിൽ നിന്നും കിട്ടാത്ത ഒരു വലിയൊരു നേട്ടം, മാറ്റം രമണി മാഡത്തിന് ലഭിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു മോട്ടിവേഷനാണ്. അപ്പൊ ആ മനോഭാവം നമ്മൾക്ക് എത്തുവാനായിട്ട്, നമ്മൾക്ക് മാറ്റവും
കൂടുതൽ അതിൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ നമ്മൾക്ക് എല്ലാ അവയവങ്ങളും എല്ലാ സംഗതികളും നമുക്ക് ശരിക്കും പ്രവർത്തിക്കുവാൻ ആരോഗ്യമുള്ള ഈ സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള നിരന്തര പരിശ്രമം ഉണ്ടായേ പറ്റൂ. നിരന്തര പരിശ്രമത്തിലൂടെ പടിപടിയായിട്ടുള്ള ഉയർച്ച സ്ഥിരത സമ്മാനിക്കും. അവനവനിൽ സ്വയം വിശ്വസിച്ച് അനുനിമിഷം ജീവിക്കുന്നവർക്കുള്ളതാണ് സത്യത്തിൽ ഈ ലോകം. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് വെല്ലുവിളികൾക്ക് മുമ്പിൽ പകച്ചു നിന്ന് തനിക്കിതിന് കഴിയില്ല എന്ന് വിധി എഴുതി പിൻവാങ്ങുന്നത് വിഡ്ഢിത്തമാണ്. എനിക്കും സാധിക്കുമെന്ന് മനസ്സിലുറപ്പിച്ച് മനസ്സിനോടും ശരീരത്തോടും ആത്മവിശ്വാസം കൊണ്ട് ഉണർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വിമർശനങ്ങളെ ഭയന്ന് ലക്ഷ്യം ഒരിക്കലും ഉപേക്ഷിക്കേണ്ടതില്ല. കാരണം ലക്ഷ്യം നേടുമ്പോൾ തന്നെ നമ്മൾക്ക് വിമർശനം ഉണ്ടാവും. ലക്ഷ്യം നേടുമ്പോൾ സാധാരണ ആളുകളുടെ അഭിപ്രായവും മാറും. നമുക്കൊരു ലക്ഷ്യമുണ്ടോ, എത്തിപ്പിടിക്കാൻ മാർഗങ്ങൾ പലതുണ്ട്. ലക്ഷ്യമില്ലെങ്കിൽ ഒഴിഞ്ഞു മാറാൻ കാരണങ്ങൾ പലതും. പിന്നീടാവാം എന്ന് കരുതി മാറി മാറി നിന്നവരല്ല, മറിച്ച് നേടിയെടുക്കണമെന്ന് ദൃഢനിശ്ചയം ചെയ്തവരാണ് ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളത്. നേടാൻ ഒരുപാടുള്ളപ്പോൾ നഷ്ടങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. ഇന്ന് നാം എന്ത് എന്ന ചോദ്യത്തിന് അപ്പുറം ഇനിയും സാധിക്കും എന്ന പ്രതീക്ഷയാണ് നമുക്ക് മനസ്സിൽ വളരേണ്ടത്. ഈ ഒരു അവസരം ഒരുക്കി തന്ന വിവിധ ദേശത്തായിരുന്ന നമ്മളെ ഓരോരുത്തരെയും ഒരുമിപ്പിച്ച ബയോമാഗ്നറ്റിസത്തിലൂടെ മാർഗം ഒരുക്കിയ സാഗർ ജോഷി സാറിനും നമ്മുടെ കേരള ബൈറ്റോറിയൻ ടീമിനെ നയിക്കുന്ന പടനായകൻ നമ്മുടെ ശ്രീ മനോജ് തൃപ്പൂണിത്തുറ സാറിനും എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക. നിത്യേനയുള്ള പ്രാർത്ഥനകളിൽ കഴിവതും നമുക്ക് മറക്കാതെ ഓർക്കേണ്ട വ്യക്തികളുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ള വ്യക്തികളെ അവർക്ക് നല്ലൊരു റിസൾട്ട് ലഭിച്ചും അവർക്ക് അതിലെ അവസരത്തെ ഓർത്ത് അവർക്കും നന്ദി പറയുന്നതിനുള്ള ഒരു കാര്യമായി തീരണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. ഇതുപോലെ കൂടുതൽ നന്മകൾ ചെയ്യുന്നതിനും സാമ്പത്തിക നേട്ടങ്ങളിൽ എത്തുന്നതിനും എല്ലാവർക്കും സംഗതിയാകട്ടെ. ഇന്ന് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ മനോജ് തൃപ്പൂണിത്തുറ സാറാണ്. ഈ ബൈറ്റോറിയം പ്രോഗ്രാമിൽ അനേകം പങ്കെടുക്കുന്നുണ്ടെങ്കിലും അധികം നാളുകളായിട്ടില്ല. ഞാൻ സാറിനെ അധികം നാളായിട്ടില്ല പരിചയപ്പെട്ടിട്ട്. നമ്മൾക്ക് അടുത്ത് സാറിനെ പരിചയപ്പെട്ടപ്പോൾ ഇത്രയധികം ആത്മാർത്ഥമായും ലളിതമായും നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്ന, നമ്മളെ നയിക്കുന്ന KBTയുടെ ഗ്രേറ്റ് ലീഡർ ശ്രീ മനോജ് തൃപ്പൂണിത്തുറ സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ സൂം പ്രോഗ്രാമിലേക്ക് ക്ലോസ് ചെയ്യുവാനായിട്ട് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. Okay, thank you, sir. Thank you so much. Thank you, Vijayako sir. Good morning, leaders. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്നത്തെ സുപ്രഭാതം നമ്മോട് സംബന്ധിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കോട്ടയത്ത് നല്ലൊരു ടീമിനെ നയിച്ചുകൊണ്ട്, കേരളത്തിലാകമാനം നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, വളരെ അതിശക്തമായിട്ട് തീവ്രമായ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് വലിയൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കൂടെ വന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു ലീഡർഷിപ്പിലൂടെ മുന്നോട്ട് പോകുന്ന പ്രിയങ്കരനായ ജയ്മോൻ സാറാണ് നമ്മളോട് സംസാരിച്ചത്.